ഈ കാണുന്നത് ഞാനിവിടെ 80 രൂപയ്ക്ക് മേടിച്ച ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ നിലവിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിലയുടെ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടുള്ള ബോർഡാണ് ഈ കാണുന്നത്. TPA 3110 ഈ ഒരു IC ആണ് ഇതിൽ ആംപ്ലിഫയർ IC ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ, അതുപോലെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ പവർ ടെസ്റ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് ടോട്ടലായിട്ട് 30 വാട്ട് സൗണ്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് 8 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ കൊടുത്ത് വർക്ക് ചെയ്യിക്കാനാണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് ഒരു 12 വോൾട്ട് 2 ആംപിയർ പവർ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പവർ സപ്ലൈ കൊടുക്കേണ്ട 2 പോയിന്റിലും പോസിറ്റീവ് നെഗറ്റീവ് 2 മാർക്കിംഗ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാണുന്ന ഒരു സേഫ്റ്റി ഡയോഡ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് തിരിഞ്ഞു പോയാലും ബോർഡിന് കംപ്ലൈൻറ്റ് ഒന്നും വരില്ല, അതോർത്ത് പേടിക്കേണ്ട. പിന്നെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ ലെഫ്റ്റ് റൈറ്റ് 2 സ്പീക്കർ ഔട്ടാണുള്ളത്. ഒരു ചാനലിലാണ് 15 വാട്ട്സും അങ്ങനെ 15 + 15 ടോട്ടലായിട്ടാണ് 30 വാട്ട്. ഈ കാണുന്ന ഒരു പോയിന്റാണ് ലെഫ്റ്റ് ഓഡിയോ ഔട്ട്പുട്ട്, ഈ കാണുന്ന ഒരു പോയിന്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൽ ഓരോ ചാനലും ഓരോ സ്പീക്കറോ ഓരോ ബൂഫറോ വീതം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഒരു സ്പീക്കർ ഔട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കറോ ബൂഫറോ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ബോർഡ് കംപ്ലൈൻറ്റ് കൂടുതലാവുന്നത്. 4 ohms താഴെയുള്ള സ്പീക്കറോ ബൂഫറോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പാടില്ല. പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട് വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഷോർട്ടായാലും വേഗം ബോർഡ് കംപ്ലൈൻറ്റ് ആവും. പിന്നെ ഈ ബോർഡിൽ ബ്ലൂ നിറത്തിലുള്ള പവർ ഓൺ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ബോർഡുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന മിക്കൊരു നെഗറ്റീവായിട്ട് പറയുന്നൊരു കാര്യം ഇതിന് സൗണ്ട് ക്വാളിറ്റി കുറവാണെന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ബോർഡിലേക്ക് നമ്മൾ നേരിട്ട് ഒരു ഓഡിയോ ഇൻപുട്ട് കൊടുത്ത് വർക്ക് ചെയ്യിച്ചതിന് വലിയൊരു സൗണ്ട് ക്ലാരിറ്റി ഒന്നും കിട്ടിയെന്ന് വരില്ല. അത് ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ബോർഡുകളുടെ ക്വാളിറ്റി കുറവുണ്ടല്ല. ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ബോർഡുകളുടെ കൂടെ ബാസ്, ട്രിബിൾ, മിഡ് ഇത് മൂന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിലാണ് നല്ലൊരു ക്വാളിറ്റി കിട്ടുള്ളൂ. ഈ കാണുന്ന 3 പോയിന്റിലേക്കാണ് ഈ ഒരു ബോർഡിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. 6 റൈറ്റ് ഓഡിയോ ഇൻപുട്ട്, L ലെഫ്റ്റ് ഓഡിയോ ഇൻപുട്ട്, സെൻട്രൽ GND അത് ഗ്രൗണ്ട് ആണ്, അതായത് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ്. പിന്നെ ഇങ്ങനെയുള്ള ക്ലാസ് ഡി ആംപ്ലിഫയറുകളുടെ പോസിറ്റീവ് സൈഡുകൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള ആംപ്ലിഫയർ ബോർഡുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകൾക്ക് വിലക്കുറവുണ്ട്. പിന്നെ ചെറിയ സൈസാണ്, പിന്നെ ഇത് വർക്ക് ചെയ്യാൻ വലിയ പവറൊന്നും എടുക്കില്ല. അതുപോലെ മറ്റുള്ള ആംപ്ലിഫയർ ബോർഡുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ് ഡി ആംപ്ലിഫയർ ഉപയോഗിക്കാനും ഇതിൻ്റെ കണക്ഷൻസൊക്കെയും വളരെ എളുപ്പമാണ്. പിന്നെ ഹീറ്റിംഗ് നല്ല രീതിയിൽ കുറവുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെയുള്ള ക്ലാസ് ഡി ആംപ്ലിഫയറുകളുടെ നെഗറ്റീവ് സൈഡുകൾ ഇതിൽ നമുക്ക് FM റേഡിയോ ബോർഡൊന്നും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകൾ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഇത് നന്നാക്കി എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ സ്പെയറുകളൊന്നും അങ്ങനെ ലോക്കലായിട്ട് കിട്ടില്ല. മറ്റുള്ള ആംപ്ലിഫയർ ബോർഡുകളൊക്കെ ആണെങ്കിൽ കംപ്ലൈൻറ്റ് ആയാൽ വീണ്ടും നന്നാക്കി ഉപയോഗിക്കാൻ പറ്റും. ഇതാകുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ബോർഡുകളുടെ സ്പീക്കർ ഔട്ട്പുട്ടിൽ ഒരു ചാനലിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കറോ ബൂഫറോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. ചിലരൊക്കെ കൂടുതൽ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പീക്കർ ഔട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കർ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ബോർഡുകളിലൊന്നും 4 ohms താഴെയുള്ള സ്പീക്കറോ ബൂഫറോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നമുക്ക് ഇതുള്ള ചെറിയ ആംപ്ലിഫയർ ബോർഡ് ഇത് നമുക്ക് സബ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അതിനായിട്ട് ഈ കാണുന്ന പോലത്തെ ഒരു ഫിൽറ്റർ ബോർഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലേക്ക് പവർ സപ്ലൈ, അതുപോലെ സ്പീക്കർ, അതുപോലെ ഓഡിയോ ഇൻപുട്ട് ഇതെല്ലാം കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ നിന്ന് പല വോൾട്ടിലുള്ള പവർ സപ്ലൈ മാറി മാറി കണക്ട് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ഇന്ന് ഇതിലൊരു DC ഫീമെയിൽ സോക്കറ്റാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു ബോർഡിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള DC സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിന്നിവിടെ ഈ ഒരു ബോർഡ് ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഈ ഒരു സ്പീക്കർ മാത്രമാണ് കണക്ട് ചെയ്യുന്നുള്ളൂ. ഇത് 8 ഇഞ്ചിൻ്റെ 40 വാട്ടിൻ്റെ സ്പീക്കറാണ്, 4 ohms. അതുപോലെ നമ്മൾ ഇന്ന് ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കുന്നത് 12 വോൾട്ട് പവർ സപ്ലൈയിലാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയനിലേക്ക് ഞാൻ ഇയർഫോൺ ജാക്കും കണക്ട് ചെയ്തിട്ടുണ്ട്, ഫോണായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ഒരു ബോർഡിലേക്ക് പവർ സപ്ലൈയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോയിൽ സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ ഫോൺ കണക്ട് ചെയ്ത് ഇതിൽ പാട്ട് പ്ലേ ചെയ്ത് നോക്കിയപ്പം എനിക്കിവിടെ ഫീലായ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് ഞാനിപ്പോൾ 12 വോൾട്ട് വർക്ക് ചെയ്തിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു ആംപ്ലിഫയർ ബോർഡിന് ഗെയിൻ കുറച്ച് കുറവുണ്ട്. ഫോണിലെ വോളിയം ഫുള്ള് മാക്സിമം ഇട്ടെങ്കിലാണ് നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ കൂടെ ഗെയിൻ ബോർഡ് കൂടി ഉപയോഗിക്കുന്നത് ഒന്നുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലേക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു ഓഡിയോ ഇൻപുട്ട് കൊടുത്തെങ്കിലാണ് ഔട്ട്പുട്ടിൽ നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇത്രയും നേരം ഞാൻ ഫുൾ വോളിയത്തിൽ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്ത് 12 വോൾട്ടിലാണ്. ഇനി കുറച്ചും കൂടി ഒരു പവർ സപ്ലൈ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് നല്ല ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പവർ സപ്ലൈ ആണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയിൽ ആംപ്ലിഫയർ ബോർഡ് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ഫുൾ സൗണ്ടിൽ വർക്ക് ചെയ്യുമ്പം എത്ര വോൾട്ട് വരെ കുറയുന്നുണ്ട്, അതുപോലെ എത്ര ആംപിയർ എടുക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മീറ്ററിലൂടെ അറിയാനും സാധിക്കും. ഈ ഒരു പവർ സപ്ലൈ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്നു. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിലേക്ക് കോപ്പി ചെയ്യാൻ നോക്കിയ സമയത്ത് മെമ്മറി കാർഡ് എററായി പോയി. അങ്ങനെ എല്ലാ ഫയലുകളും പോയിൻ്റാണ് ഇതിൻ്റെ വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് ഷോർട്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. വീണ്ടും ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തെങ്കിലാണ് ഓണായി വരുള്ളൂ. അതുപോലെ ഈ ഒരു പവർ സപ്ലൈ വർക്ക് ചെയ്ത് ഹീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന കൂളിംഗ് ഫാനൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഈ ആംപ്ലിഫയർ ബോർഡ് ഈ ഒരു പവർ സപ്ലൈയിൽ വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോഡൊന്നും കണക്ട് ചെയ്യാതെ ഈ ഒരു പവർ സപ്ലൈയിൽ നിന്ന് 16.9 വോൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിത് ആംപ്ലിഫയർ ബോർഡിലേക്ക് കണക്ട് ചെയ്ത സമയത്ത് 16.8 ആയിട്ട്, അതായത് 0.1 കുറഞ്ഞിട്ടുണ്ട്. ആംപിയർ ഒട്ടും തന്നെ കാണിക്കുന്നില്ല. ഇനി നമുക്കിതിൽ എന്തെങ്കിലും പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഇതിൽ ഞാനൊരു മീഡിയം സൗണ്ടിൽ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. വലിയ ബാസ് ഒന്നും ഇല്ലാത്തൊരു പാട്ടാണ് പ്ലേ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വോൾട്ടേജ് മാത്രമാണ് ചെറിയ രീതിയിൽ വേരിയേഷൻ കൂടിയും കുറഞ്ഞും വരുന്നുള്ളൂ. നോൺ കോപ്പറേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കിട്ടാലും എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നത്. ഇപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല ബാസ് ഉള്ളൊരു സോങ് ഫുൾ സൗണ്ടിൽ പ്ലേ ചെയ്ത സമയത്ത് വോൾട്ടേജ് 16.3 വരെ ഡൗൺ ആകുന്നുണ്ട്. അതുപോലെ ആംബിയർ ഇപ്പോൾ റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ ഇത് വളരെ കുറഞ്ഞ ആംബിയർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ ഈ ഒരു ബോർഡ് നമ്മൾ ഏകദേശം ഒരു 17 വോൾട്ട് പവർ സപ്ലൈ വർക്ക് ചെയ്യിച്ചിട്ടും ഈ ഒരു ബോർഡിന് ഹീറ്റിംഗ് ഒന്നുമില്ല. ഫുൾ സൗണ്ടിൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കി ചെറിയ രീതിയിലൊരു ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ബോർഡിലെ 2 സ്പീക്കർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഇനി കാണുന്ന ഈ ഒരു അഹൂജയുടെ 100 വാട്ടിൻ്റെ ഈ സ്പീക്കറാണ് രണ്ടാമത്തെ ചാനലിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ ഒരു സ്പീക്കർ മാത്രം വർക്ക് ചെയ്ച്ചും വലിയ രീതിയിൽ ആംബിയർ എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ 2 സ്പീക്കർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എത്ര ആംബിയർ എടുക്കണം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ 2 സ്പീക്കർ കണക്ട് ചെയ്ത് ഫുൾ സൗണ്ടിൽ പാട്ട് വെക്കുമ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത്രയൊക്കെയാണ് ആംബിയർ എടുക്കുന്നുള്ളൂ. ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ വളരെ കുറഞ്ഞ ആംബിയർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ ഈ ഒരു ബോർഡ് 12 വോൾട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഹീറ്റിംഗ് ഇല്ല എന്ന് പറയാം. 17 വോൾട്ട് പവർ സപ്ലൈയിൽ ഫുൾ സൗണ്ടിൽ പാട്ട് വെച്ച സമയത്ത് ചെറിയ രീതിയിൽ ഹീറ്റിംഗ് ഉണ്ട്. ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് എനിക്കിവിടെ നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു ബോർഡിന് ചെറിയ രീതിയിൽ ഗെയിൻ കുറവുണ്ട്. അപ്പോൾ ഒരു ഗെയിൻ ബോർഡ് മേടിച്ച് വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. ഈ ഒരു ബോർഡ് 80 രൂപ കിട്ടുമ്പം ഇതിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ബോർഡ് തന്നെയാണിത്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ആ ഒരു വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്ത് കണ്ടിരുന്നു ഈ ഒരു TPA 3110 ഈ ഒരു ആംപ്ലിഫയർ ബോർഡിന് ഇതുപോലുള്ള PAM 8403 ഈ ഒരു ആംപ്ലിഫയർ ICയുടെ അത്രയും തന്നെ സൗണ്ട് ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു TPA 3110 ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഒരു ബോർഡിലേക്ക് നല്ല സൗണ്ടുള്ള ഓഡിയോ ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്കിവിടെ തോന്നിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു 80 രൂപ കിട്ടുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളതാണ്. നേരത്തെ ഇതിൻ്റെ ബ്ലാക്ക് കളറുള്ള മോഡൽ ബോർഡുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ബോർഡിന് കുറച്ച് കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ കൂടെ ഇതുള്ള സബിൻ്റെ ഫിൽറ്റർ ബോർഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സബ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. വലിയ വാട്ട്സ് കൂടിയ സബ് ഓഫറൊന്നും വർക്ക് ചെയ്യാനുള്ള അത്രയും പവറൊന്നും കിട്ടില്ല. 6 ഇഞ്ചിൻ്റെയൊക്കെ സബ് ഓഫർ വരെ വർക്ക് ചെയ്യിക്കുക. ഇതിൽ ഇങ്ങനെയുള്ള നോർമൽ ആംപ്ലിഫയർ ബോർഡുകൾ സബ് ആംപ്ലിഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ചാനൽ നോക്കിയാൽ മതി. അതുപോലെ ഇത് വെച്ച് സ്റ്റീരിയോ ആംപ്ലിഫയർ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ബാസ്, ട്രിബിൾ, മിഡ് ഇത് മൂന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബാസ്, ട്രിബിൾ, മിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോർഡുകൾ കിട്ടും. ബാസ്, ട്രിബിൾ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോർഡുകളും കിട്ടും. ഈ ഒരു ബാസ്, ട്രിബിൾ ബോർഡിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഒരു ആംപ്ലിഫയർ ബോർഡ് ഞാനിവിടെ 80 രൂപയ്ക്ക് മേടിച്ച് തൊടുപുഴയിലുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് എന്ന ഷോപ്പിൽ നിന്നാണ്. ഈ ഒരു ടൈപ്പ് ആംപ്ലിഫയർ ബോർഡിന് ഓൺലൈനായിട്ട് 100 മുകളിലാണ് റേറ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോർഡ് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ക്ലാസ്സിൻ്റെ ആംപ്ലിഫയർ ബോർഡുകളൊക്കെ മേടിച്ച് ക്യാബിനറ്റിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ അടിവശം ക്യാബിനറ്റിൽ മുട്ടുന്ന രീതിയിൽ ഒരിക്കലും സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതേപ്പറ്റി അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യമേ ഇതുപോലെ നീളം കൂടിയ സ്ക്രൂ എടുക്കുക. ഇത് ആദ്യമേ ക്യാബിനറ്റിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സ്പേസർ ഓർമ്മ ഇനി ഇതിന് മുകളിലായിട്ടാണ് ആംപ്ലിഫയർ ബോർഡ് വരേണ്ടത്. ആംപ്ലിഫയർ ബോർഡ് മാത്രമല്ല ബാസ് ബോർഡ് അങ്ങനെയുള്ള എന്ത് ബോർഡ് ഉപയോഗിച്ചാലും ഇതുപോലത്തെ സ്പേസർ കൂടി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ബോർഡിൻ്റെ അടിവശം ക്യാബിനറ്റിൽ നിന്ന് തട്ടി ഷോർട്ട് ആവില്ല. അതുപോലെ ഇങ്ങനെ നീളം കൂടി നെട്ടും ബോൾട്ടും ഇങ്ങനത്തെ സ്പേസറൊക്കെ ലൂസായിട്ട് എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെയുള്ള സ്ക്രൂ കിറ്റ് എല്ലാം ഇതുപോലെ ഒരു കിറ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് മേടിക്കുകയാണെങ്കിൽ ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പലതരത്തിലുള്ള സ്ക്രൂ, നെറ്റ്, ബോൾട്ട്, വാഷർ, സ്പേസർ, അതുപോലെ ക്യാബിൻ്റെ അടിവശം വെക്കാനുള്ള ലെഗ് ഇതെല്ലാം ഇതിനകത്ത് കിട്ടും. ഈ ഒരു പാക്കറ്റിന് 30 രൂപയാണ് ആയത്. ഇതും എല്ലാ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. പിന്നെ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.